നമസ്കാരം. പ്രധാന വാർത്തകൾ. കോവിഡ് നിയന്ത്രണത്തിൽ അനുഷ്ഠാനത്തിന് പ്രാധാന്യം നൽകി ഓണാട്ടുകര ചെട്ടികുളങ്ങര കുംഭഭരണി ആഘോഷിച്ചു. അനുമതി പ്രകാരം സമർപ്പിച്ചത് 2 കെട്ടുകാഴ്ചകൾ. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ 45 കോടി 70 ലക്ഷം രൂപയുടെ പദ്ധതികളുടെ നിർമ്മാണത്തിന് തുടക്കമായി. അഡ്വക്കേറ്റ് AM ആരിഫ് MP കോവിഡ് പാക്കേജുമായി ബന്ധപ്പെട്ട് അനുവദിച്ച 2 പോർട്ടബിൾ വെന്റിലേറ്ററുകളുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. നാടിന്റെ സ്വപ്ന പദ്ധതിയായ കൂട്ടുംവാതിക്കൽ കടവ് പാലത്തിന്റെ നിർമ്മാണം മെയ് മാസത്തിൽ പൂർത്തിയാക്കാൻ നീക്കം. പാലം നിർമ്മാണം മന്ത്രി G. സുധാകരൻ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. ജില്ലയിൽ 251 പേർക്ക് കോവിഡ്, 243 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം, 15,024 പേർ ക്വാറന്റൈനിൽ. വാർത്തകൾ വിശദമായി. കോവിഡ് പിടിമുറുക്കി ആചാരങ്ങളിൽ ഒതുങ്ങിയെങ്കിലും ഓണാട്ടുകരയാകെ നിറഞ്ഞ മനസ്സോടെയും ഭക്തിയാദരവോടെയും ചെട്ടികുളങ്ങര കുംഭഭരണി ആഘോഷിച്ചു. നിയന്ത്രണങ്ങളെ തുടർന്ന് അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകി ലളിതമായാണ് ഇത്തവണ ഓണാട്ടുകരയുടെ ദേശീയോത്സവം ആഘോഷിച്ചത്. 13 കരകളും 13 കെട്ടുകാഴ്ചകളുമാണുള്ളതെങ്കിലും ഇക്കുറി 2 കെട്ടുകാഴ്ചകൾ മാത്രമാണ് അനുമതി ഉണ്ടായിരുന്നത്. 13 കരകൾ ഒരുമിച്ച് ചേർന്ന് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിൽ ഒരു കുതിരയും തേരുമാണ് നിർമ്മിച്ച് സമർപ്പിച്ചത്. കോവിഡ് പിടിമുറുക്കി ആചാരങ്ങളിൽ ഒതുങ്ങിയെങ്കിലും ഓണാട്ടുകരയാകെ നിറഞ്ഞ മനസ്സോടെ ചെട്ടികുളങ്ങര കുംഭഭരണി ആഘോഷിച്ചു. നിയന്ത്രണങ്ങളെ തുടർന്ന് അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകി ലളിതമായാണ് ഇത്തവണ ഓണാട്ടുകരയുടെ ദേശീയ ഉത്സവമായ കുംഭഭരണി ആഘോഷിച്ചത്. 13 കരകളും 13 കെട്ടുകാഴ്ചകളുമാണ് ഉള്ളതെങ്കിലും ഇത്തവണ 2 കെട്ടുകാഴ്ചകൾക്ക് മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. 13 കരകൾ ഒരുമിച്ച് ചേർന്ന് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിൽ ഒരു കുതിരയും തേരുമാണ് നിർമ്മിച്ച് സമർപ്പിച്ചത്. കരകളുടെ യോജിച്ചുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു കുതിരയും ഒരു തേരും എന്ന നിലയിലേക്ക് എത്തിയത്. കരക്കൂട്ടായ്മയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഒത്തൊരുമയോടെ എന്നാൽ ആവേശമൊട്ടും ചോരാതെ കെട്ടുകാഴ്ച സമർപ്പിക്കുകയായിരുന്നു. കുംഭഭരണി ഉത്സവത്തിന്റെ ഭാഗമായുള്ള കുത്തിയോട്ട സമർപ്പണം ആചാരപ്രകാരം തന്നെ നടന്നു. രാവിലെ കുത്തിയോട്ട സമർപ്പണത്തിനായി വഴിപാടുകാരും കുട്ടികളും കുത്തിയോട്ട ആശാന്മാരും ആചാരപ്രകാരം ദേവീസന്നിധിയിലേക്ക് എത്തി. ഇത്തവണ കുത്തിയോട്ട ഘോഷയാത്ര ഉണ്ടായില്ല. പകരം ക്ഷേത്ര പ്രദക്ഷിണത്തിന് ശേഷം 4 പാദം ചുവട് ചവിട്ടി കുത്തിയോട്ടം സമർപ്പിക്കുകയായിരുന്നു. കുംഭഭരണിയോടനുബന്ധിച്ച് ഹിന്ദുമത സമ്മേളനവും നടന്നു. കോവിഡിന്റെ സാഹചര്യത്തിലും ക്ഷേത്രത്തിലേക്ക് ധാരാളം ഭക്തജനങ്ങളെത്തി. നിയന്ത്രണങ്ങൾ പാലിച്ചും മുൻകരുതലുകൾ സ്വീകരിച്ചുമായിരുന്നു ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തിയതും ചടങ്ങുകളിൽ പങ്കെടുത്തതും. അത്യാവശ്യ സേവനങ്ങൾക്കായി പോലീസ്, ആരോഗ്യവകുപ്പ്, റവന്യൂ വിഭാഗം, ഗ്രാമപഞ്ചായത്ത്, ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. അതേസമയം ഭരണിയുടെ ഭാഗമായ കുംഭഭരണി ചന്ത ഉൾപ്പെടെയുള്ളവ ഇത്തവണ ഉണ്ടായിരുന്നില്ല. CD നെറ്റ് ന്യൂസ്, ചെട്ടികുളങ്ങര. കായംകുളം താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 45 കോടി 70 ലക്ഷം രൂപയുടെ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യമന്ത്രി KK ശൈലജ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് U. പ്രതിഭ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കിഫ്ബിയിൽ നിന്നുള്ള തുക വിനിയോഗിച്ച് 1,40,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 5 നിലകളിലായിട്ടാണ് കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നത്. കായംകുളം താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 45.70 കോടി രൂപയുടെ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യമന്ത്രി KK ശൈലജ അധ്യക്ഷത വഹിച്ചു. ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് U. പ്രതിഭ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കിഫ്ബിയിൽ നിന്നുള്ള തുക വിനിയോഗിച്ച് 1,40,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 5 നിലകളിലായിട്ടാണ് കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നത്. 150 കിടക്കകളോടുകൂടിയ IP സംവിധാനങ്ങൾ, 16 പേ വാർഡുകൾ, മേജർ ഔട്ട് പേഷ്യന്റ് വിഭാഗം, ലബോറട്ടറി സംവിധാനങ്ങൾ, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, 3 മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ, സെമിനാർ ഹാൾ, കോൺഫറൻസ് ഹാൾ, ഡൈനിങ് ഹാൾ, പവർ ലോണ്ടറി, ഡയാലിസിസ് യൂണിറ്റ്, തീവ്ര പരിചരണ വിഭാഗങ്ങൾ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ചുറ്റുമതിൽ, സെക്യൂരിറ്റി ക്യാബിൻ, അഗ്നിരക്ഷാ ഉപകരണങ്ങൾ, CCTV യൂണിറ്റുകൾ, ലിഫ്റ്റ് സൗകര്യങ്ങൾ, ജനറേറ്ററുകൾ, ലാൻഡ്സ്കേപ്പിംഗ്,
അത്യാധുനിക ആശുപത്രി ഉപകരണങ്ങൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരള ഹൗസിംഗ് ബോർഡ് കോർപ്പറേഷനാണ് നിർവഹണ ഏജൻസി. നഗരസഭാ അധ്യക്ഷ പി ശശികല, വൈസ് ചെയർമാൻ ജെ ആദർശ്, നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫർസാന ഹബീബ്, നഗരസഭാംഗം കെ പുഷ്പദാസ്, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, താലൂക്ക് ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കായംകുളത്തിന്റെ ചുറ്റുവട്ടത്തുള്ളവരെ സംബന്ധിച്ചും ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 150 കിടക്കകളോട് കൂടിയുള്ള IP, അതുപോലെ തന്നെ OP, കാഷ്വാലിറ്റി, അതുപോലെ തന്നെ അത്യന്താധുനിക സംവിധാനമുള്ള 3 ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ഡയാലിസിസ് സെൻറ്റർ, കാഷ്വാലിറ്റി ബ്ലോക്ക്, സെമിനാർ ഹാൾസ്, അതുപോലെ തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളും, കോൺഫറൻസ് ഹാൾ അടക്കം, പവർ ലോണ്ടറി സംവിധാനം, ലിഫ്റ്റ് ഒരു കുടക്കീഴിലേക്ക് ഏകോപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ 5 നില കെട്ടിടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വരുന്ന രോഗികൾക്ക് രോഗി സൗഹൃദമാക്കുക കേരളത്തിലെ മുഴുവൻ ആശുപത്രികളെയും എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ഉദ്ദേശം. നമുക്ക് അഭിമാനിക്കാം, കായംകുളം മണ്ഡലത്തിലെ 6 PHCകളും ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി മാറ്റി. അതിൽ 4 എണ്ണത്തിനും സ്വന്തമായി കെട്ടിടം പൂർത്തീകരിച്ച് കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് കായംകുളം താലൂക്ക് ആശുപത്രിയായിരുന്നു. സാധ്യമായ രൂപത്തിലുള്ള ഇടപെടലെല്ലാം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ അഡ്വക്കേറ്റ് AM ആരിഫ് MP കോവിഡ് പാക്കേജുമായി ബന്ധപ്പെട്ട് അനുവദിച്ച 2 പോർട്ടബിൾ വെന്റിലേറ്ററുകളുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. AM ആരിഫ് MP ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ AM ആരിഫ് MPയുടെ ഫണ്ടിൽ നിന്നും കോവിഡ് പാക്കേജുമായി ബന്ധപ്പെട്ട് അനുവദിച്ച 2 പോർട്ടബിൾ വെന്റിലേറ്ററുകളുടെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് AM ആരിഫ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് U പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. ആകെ കിട്ടിയ 2.5 കോടി രൂപയാണ് കിട്ടിയത്. ആ സംഖ്യ പരമാവധി ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കാണ് MP ഫണ്ട് എന്ന നിലയിൽ വിനിയോഗിച്ചത്. അതിൽ കായംകുളത്ത് വേണ്ടി ആവശ്യപ്പെട്ടത് സൂപ്രണ്ട് ഡോക്ടർ മനോജ് ആവശ്യപ്പെട്ടത് വെന്റിലേറ്ററുകളാണ്. പോർട്ടബിൾ വെന്റിലേറ്ററാണ് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് അവിടെ കൊടുത്തു. മറ്റ് ആശുപത്രികളെല്ലാം അവിടുത്തെ സൂപ്രണ്ടുമാർ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്തത്. MP ഫണ്ട് ഇപ്പോൾ ഇല്ലല്ലോ. കംപ്ലീറ്റ് 2023 വരെ സെൻട്രൽ ഗവൺമെൻറ് തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ മുഴുവൻ MPമാരെയും, ലോകസഭ രാജ്യസഭാ അംഗങ്ങളുടെ എല്ലാവരുടെയും അത് തിരിച്ചു കിട്ടുന്ന മുറയ്ക്ക് പിന്നീട് ആവശ്യങ്ങൾ പരിഗണിക്കും. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല, നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫർസാന ഹബീബ്, വാർഡ് കൗൺസിലർ കെ പുഷ്പദാസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിതകുമാരി, ഡോക്ടർ KR രാധാകൃഷ്ണൻ, MA അലിയാർ, N സുകുമാരപിള്ള, അഡ്വക്കേറ്റ് KH ബാബുജാൻ, ഡോക്ടർ L മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ CT സ്കാനിൻ്റെ ഏകദേശം ഫൈനൽ ആയിട്ടുണ്ട്. ചെറിയ ഒരു ഇലക്ട്രിക്കൽ സംബന്ധമായ പ്രശ്നമായിരുന്നു. അതിൻ്റെയൊക്കെ പരിഹരിച്ചിപ്പം അതുമാകും. ഇന്ന് 48 കോടി രൂപയുടെ പുതിയ ബിൽഡിംഗ് 5 നില കെട്ടിടത്തിൻ്റെ ലക്ഷ്യ പ്രോജക്റ്റ്, നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അത്യന്താധുനികമായ ബ്ലോക്ക്, തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് വലിയൊരു ഇടപെടൽ, ആരോഗ്യവകുപ്പിൻ്റെ വലിയൊരു ഇടപെടലുണ്ട്. കായംകുളം. മാവേലിക്കര താമരക്കുളം ചത്തിയറ ഗവൺമെന്റ് LPSൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ട് ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നാടിന് സമർപ്പിച്ചു. സ്കൂളിൽ നടന്ന സമ്മേളനം R രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ശിലാഫലകം അനാച്ഛാദനവും MLA നിർവഹിച്ചു. മാവേലിക്കര താമരക്കുളം ചത്തിയറ ഗവൺമെന്റ് LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ട് ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നാടിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. മന്ത്രി ഡോക്ടർ തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. മന്ത്രി KK ശൈലജ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ K ജീവൻ ബാബു IAS, സെക്രട്ടറി A ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. സ്കൂളിൽ നടന്ന സമ്മേളനം R രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി മാറ്റുമ്പോൾ അധികമായി 10 ലക്ഷം രൂപ കൂടി ചെലവഴിക്കേണ്ടി വന്നു. അത് അഡീഷണലായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുകയാണ്. ഇവിടെയും 71 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പൂർത്തീകരിക്കാൻ കുറച്ച് ചെറിയ കാര്യങ്ങൾ കൂടി ആവശ്യമുണ്ട്. അത് നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ തന്നെ PWD പഞ്ചായത്തിന്റെയോ മറ്റ് ജനപ്രതിനിധികളുടെയോ പണം ആവശ്യമില്ല. അത് ഗവൺമെന്റ് തന്നെ നിർദ്ദേശത്തിന്റെ ഭാഗമായി ചെറിയ തോതിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമുണ്ട്. അത് ഗവൺമെന്റ് തന്നെ അലോട്ട് ചെയ്യാൻ ആവശ്യമായ സഹായം ചെയ്യും. അത് PWDയുടെ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ തന്നെ വളരെ നന്നായി കെട്ടിടം പൂർത്തീകരിച്ചു. ശിലാഫലക അനാച്ഛാദനവും MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G വേണു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി, ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജില അശോകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ R ദീപ, PB ഹരികുമാർ, ദീപ ജ്യോതിഷ്, S ശ്രീജ, V ബിന്ദു, B വിനോദ്, V ബേബികുമാർ, V ഗീത, N ഗോപിനാഥപിള്ള, P രാജൻ, ശിവൻപിള്ള, സന്തോഷ് ചത്തിയറ, സിനോജ് താമരക്കുളം, K രാജൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. CD ന്യൂസ് ചാരിമുട. യൂത്ത് കോൺഗ്രസ് കരിയിലക്കുളങ്ങര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും അനുസ്മരണം നടത്തി. കരിയിലക്കുളങ്ങര വില്ലേജ് ഓഫീസ് ജംഗ്ഷനിലെ ഇന്ദിരാഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ നടന്ന അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KS ജീവൻ ഉദ്ഘാടനം ചെയ്തു.
യൂത്ത് കോൺഗ്രസ് കരിയിലക്കുളങ്ങര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും അനുസ്മരണം നടത്തി. കരിയിലക്കുളങ്ങര വില്ലേജ് ഓഫീസ് ജംഗ്ഷനിലുള്ള ഇന്ദിരാഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുൻപിൽ നടന്ന അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KS ജീവൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ശ്രീ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും രണ്ടാം രക്തസാക്ഷി ദിനാചരണം നടത്തുന്നത്. ഇടതുപക്ഷ സർക്കാർ എന്നത് അക്രമ രാഷ്ട്രീയത്തിന്റെ, കൊലപാതക രാഷ്ട്രീയത്തിന്റെ, രാഷ്ട്രീയ ശരീരത്തിന്റെ മുഖമാണ് പിണറായി വിജയൻ എന്ന് പറയുവാനിരിക്കാൻ കേരളത്തിൽ ഇനിയും ഒരു തുടർഭരണത്തിന് വേണ്ടി അവർ വാദിക്കുന്നു. ഈ തുടർഭരണം അവർ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ സമാധാനകാംക്ഷികളായ ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് കേരളത്തിൽ വീണ്ടും അക്രമ രാഷ്ട്രീയത്തിന്റെ പാതയിലേക്ക് തള്ളിവിടുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ ഒരു മത്സരം നടത്തുവാനാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശ്രമിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ദീപക് കരുവ അധ്യക്ഷത വഹിച്ചു. ശ്രീലക്ഷ്മി പത്തിരത്ത് സ്വാഗതം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി അമൽ, ജവഹർ ബാൽമഞ്ച് ബ്ലോക്ക് ചെയർമാൻ കിരൺ പത്തിയൂർ, INTUC മണ്ഡലം പ്രസിഡന്റ് അരുൺ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ വിഷ്ണു, രാഹുൽ, S ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മളുടെ സഹപ്രവർത്തകരെ ആദ്യം ഷുഹൈബിനെ അവർ കൊലപ്പെടുത്തി. രണ്ടാമത് കല്യോട്ട് ശരത് ലാലിനെ, ഒരു നാടിൻ്റെ ഹൃദയമായിരുന്ന, ആ നാടിൻ്റെ കലാ സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന ശരത് ലാലിനെയും കൃപേഷിനെയും അവർ കൊലപ്പെടുത്തി. ഈ അധികാരത്തിൽ കയറിയതിനു ശേഷം നിരവധിയായ അക്രമ പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ, ഈ CPMന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. CD നെറ്റ് ന്യൂസ് കായംകുളം. ജില്ലയിലെ കിഫ്ബി ജല അതോറിറ്റി നടപ്പിലാക്കുന്ന വിവിധ ശുദ്ധജല പദ്ധതികളിൽ റെയിൽവേയുടെ അനുമതി വൈകുന്നത് ഒഴിവാക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകിയതായി ലോക്സഭാ റെയിൽവേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൂടിയായ MP അറിയിച്ചു. ജില്ലയിലെ കിഫ്ബി ജല അതോറിറ്റി നടപ്പാക്കുന്ന വിവിധ ശുദ്ധജല പദ്ധതികളിൽ റെയിൽവേയുടെ അനുമതി വൈകുന്നത് ഒഴിവാക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടു. അനുമതി വൈകുന്നത് പദ്ധതികളെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകിയതായും ലോക്സഭ റെയിൽവേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൂടിയായ MP അറിയിച്ചു. CD നെറ്റ് ന്യൂസ് കായംകുളം. കരുവാറ്റയിൽ ജ്വല്ലറി കുത്തിത്തുറന്ന് കവർച്ച, 30 പവൻ സ്വർണം അപഹരിച്ചു. ദേശീയപാതയിൽ കരുവാറ്റ കടുവൻകുളങ്ങര ജംഗ്ഷന് സമീപമുള്ള ബ്രദേശ് ജ്വല്ലറിയിലാണ് വ്യാഴാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. ലോക്കറിന്റെ സുരക്ഷയ്ക്കായി വെച്ചിരുന്ന സെൻസറിൽ നിന്ന് ഉടമയുടെ മൊബൈലിലേക്ക് സന്ദേശം ലഭിച്ചപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ സ്ഥലത്തെത്തിയെങ്കിലും കടയ്ക്ക് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഒരു പിക്കപ്പ് വാൻ വേഗത്തിൽ പോകുന്നതായി കണ്ടതായി ഉടമ പറയുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CD നെറ്റ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം ഐ ലെൻസ്. പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സുജ എബ്രഹാമിന്റെ സേവനം എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ 5:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ സമയം ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനവും ലഭ്യമാണ്. കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിനാവശ്യമായ കണ്ണടകൾ, രാത്രിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് ബ്രൈറ്റ് ലൈറ്റിൽ നിന്നും രക്ഷ നേടാനുള്ള പവറോട് കൂടിയ നൈറ്റ് ഡ്രൈവ് എക്സലൻസുകളും ലഭ്യമാണ്. കേരളത്തിലെല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. കുറ്റിയിൽ നഴ്സറി, നാഷണൽ ഹൈവേ, ഇടശ്ശേരി ജംഗ്ഷൻ, കായംകുളം. ലാൻഡ്സ്കേപ്പ് മെറ്റീരിയലുകൾ, ചെടികൾ, ഓർക്കിഡുകൾ, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റുകൾ, ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി വിത്തുകൾ, തൈകൾ, ചെടിച്ചട്ടികൾ, കൃഷി സംബന്ധമായ സാധനങ്ങൾ, ഗാർഡൻ ഫ്ലവറുകൾ, ജൈവവളങ്ങൾ, കുമ്മായം, നീറ്റുകക്ക, ചകിരിച്ചോർ മിതമായ നിരക്കിൽ ഓർഡർ അനുസരിച്ച് ഹോൾസെയിലായും റീറ്റെയിലായും വിപണനം നടത്തുന്നതാണ്. നമ്മുടെ സ്വന്തം ഡിജിറ്റൽ പാർട്ണറായ രവീസിൽ ഗാഡ്ജറ്റ്സുകൾക്കും ആക്സസറീസുകൾക്കും 50% വരെ വിലക്കുറവ്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും വാങ്ങുമ്പോൾ ഉറപ്പായ സമ്മാനങ്ങളും ക്യാഷ് ഡിസ്കൗണ്ടും, ഒപ്പം നറുക്കെടുപ്പിലൂടെ ഹോണ്ട ആക്ടീവ ബമ്പർ സമ്മാനം. എല്ലാ ദിവസവും ഫിനാൻസ് ആൻഡ് എക്സ്ചേഞ്ച് മേള. തവണ വ്യവസ്ഥയിൽ ഫോണുകൾ സ്വന്തമാക്കാം. ഒറിജിനൽ ആക്സസറീസുകളുടെ ഏറ്റവും വലിയ ശേഖരം, അതും 50% വരെ വിലക്കുറവും. ഓപ്പൺ സർവീസ് സെന്റർ രവീസിന്റെ മാത്രം പ്രത്യേകത. ഫോണിന്റെ പൊട്ടിയ കോംബോ ഡിസ്പ്ലേകൾ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ ടച്ച് ഗ്ലാസ് മാറ്റി നൽകുന്നു. കുമാർ പെയിന്റ്സ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉപഭോക്താക്കളുടെയും കായംകുളത്തിന്റെയും മനസ്സ് കവർന്നുകൊണ്ട് 1 വർഷം അഭിമാനത്തോടെ പൂർത്തിയാക്കുന്നു. കുമാർ പെയിന്റ്സിൽ ലോകോത്തര നിലവാരമുള്ള എല്ലാ പെയിന്റ്സും ലഭ്യമാണ്. കൂടാതെ കമ്പ്യൂട്ടറൈസ്ഡ് ഇമ്പോർട്ടഡ് മെഷീൻസ് കുമാർ പെയിന്റ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. നമുക്ക് പോയാലോ? പോയേക്കാം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങളാകാൻ ഞങ്ങൾക്ക് കഴിയും. കുമാർ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർ, KPSC ജംഗ്ഷൻ, കല്ലുമൂട്, കായംകുളം. Gemini Traders,
ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് മിതമായ വിലയും മറ്റാരും നൽകാത്ത ഓഫറുകളും, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫറുകൾ, ഉറപ്പായ സമ്മാനങ്ങൾ, മികച്ച കസ്റ്റമർ സർവീസ്, വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഒന്നാമത്. ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് 30 മുതൽ 70% വരെ വിലക്കുറവ്. വിൽപ്പനയും വിൽപ്പനാനന്തര സേവനത്തിലും 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്തത. ജെമിനി ട്രേഡേഴ്സ്, KP റോഡ്, കായംകുളം. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആഘോഷിക്കാം നമുക്ക് പട്ടുറുമാലിനൊപ്പം. പട്ടുറുമാൽ വെഡ്ഡിംഗ് കളക്ഷൻ, മെയിൻ റോഡ്, കായംകുളം. നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം. സ്വപ്ന സിൽക്സ്, ലിങ്ക് റോഡ്, കായംകുളം. വാർത്തകൾ തുടരുന്നു. കായംകുളം കൂട്ടുംവാതുക്കൽ കടവ് പാലത്തിന്റെ നിർമ്മാണം വരുന്ന മെയ് മാസത്തോടെ പൂർത്തീകരിക്കുവാൻ നീക്കം. ഇതിനു മുന്നോടിയായി പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പാലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. ദേവികുളങ്ങര, ആറാട്ടുപുഴ, കണ്ടല്ലൂർ പഞ്ചായത്തുകളിലെയും കായംകുളം നഗരസഭയിലെ നിവാസികൾക്ക് പ്രയോജനമാകുന്ന കൂട്ടുംവാതുക്കൽ കടവ് പാലം ജനങ്ങളുടെ ഏറെ നാളായുള്ള സ്വപ്നമാണ്. കായംകുളം കൂട്ടംവാതുക്കൽ കടവ് പാലത്തിന്റെ നിർമ്മാണം വരുന്ന മെയ് മാസത്തോടെ പൂർത്തീകരിക്കാനാകും. ഇതിന് മുന്നോടിയായി പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പാലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. മന്ത്രിയോടൊപ്പം അഡ്വക്കേറ്റ് യു പ്രതിഭ MLA, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ, CPM കായംകുളം ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷൻ, പാലം സമ്പാദക സമിതി രക്ഷാധികാരി കണ്ടല്ലൂർ സുധീർ എന്നിവരും PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മഞ്ജുഷ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡോക്ടർ സിനി തുടങ്ങിയ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ടു പോകുകയാണെന്നും പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ പാലം പൂർത്തീകരിക്കാനാവുമെന്നും മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. ദേവികുളങ്ങര, ആറാട്ടുപുഴ, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെയും കായംകുളം നഗരസഭയിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് കൂട്ടംവാതുക്കൽ കടവ് പാലം. കണ്ടല്ലൂർ, ദേവികുളങ്ങര പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിലയിൽ കായംകുളം കായലിന് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത്. കായലിന് സമീപത്തായുള്ള 300ഓളം കുടുംബങ്ങൾക്കാണ് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാ സൗകര്യം ഒരുങ്ങുന്നത്. ഇരുകരകളെയും ബന്ധിപ്പിച്ച് 300 മീറ്റർ നീളമുള്ള പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ കാലം പുതിയ നിർമ്മാണം എന്ന മുദ്രാവാക്യവുമായി പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുവദിച്ച 40 കോടി രൂപ വിനിയോഗിച്ച് മനോഹരമായ നിലയിലാണ് പാലം നിർമ്മിക്കുന്നത്. 2 വരി വാഹന ഗതാഗതത്തിനായി 7.50 മീറ്റർ വീതിയിലുള്ള കാരിയേജ് വേയും 1.50 മീറ്റർ വീതിയിൽ ഇരുവശങ്ങളിൽ നടപ്പാതയും ഉൾപ്പെടെ 11 മീറ്ററാണ് പാലത്തിന്റെ ആകെ വീതി. 6 പ്രീ സ്ട്രെസ്ഡ് സ്പാനുകളും 12.50 വീതം നീളമുള്ള 11 RCC സ്പാനുകളും ഉൾപ്പെടെ 293.50 മീറ്ററാണ് പാലത്തിന്റെ ആകെ നീളം. പാലത്തിന്റെ ഇരുകരകളിലും 500 മീറ്റർ വീതം നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നുണ്ട്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആകർഷകമായ നിലയിലാണ് പാലം നിർമ്മിക്കുന്നത്. പാലം നിർമ്മാണത്തിന്റെ 70% പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവും ഉടൻ തന്നെ ആരംഭിക്കും. പാലത്തിന് 11 മീറ്റർ വീതിയും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഉണ്ടാകും. മന്ത്രി ജി സുധാകരന്റെ ഇടപെടലാണ് പതിറ്റാണ്ടുകളായി നാടിന്റെ ആവശ്യം യാഥാർത്ഥ്യമാകുന്നതിന് വഴിയൊരുക്കിയത്. പാലം പണി ദ്രുതഗതിയിൽ നടക്കുകയാണ്. 80% പണി പൂർത്തിയായി. ചെറിയ 1-2 ലക്ഷം മാത്രം രീതിയിൽ വെക്കാൻ വേണ്ടി പാന വെക്കാനുണ്ട്. വളരെ വേഗത്തിലാണ് കരാറുകാർ നടക്കുന്നത്. വളരെ ശക്തമായിട്ട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 50 കോടി രൂപയായിരുന്നു ഇതിന് കിബിയിൽ ബഡ്ജറ്റിൽ പറഞ്ഞത്. പക്ഷെ അത്രയും വേണ്ടി വന്നില്ല. 40 കോടി ചിലവാനത്തിനാണ് ടെൻഡർ പിടിച്ചിട്ടുള്ളത്. വലിയൊരു മേജർ വർക്കാണ്. നാട്ടുകാരുടെ തലമുറയായിട്ടുള്ള ഒരു സ്വപ്നമാണ് ഇവിടെ ഒരു പാലം പണിയുന്നത്. പിണറായി ഗവൺമെന്റ് വന്നപ്പോഴാണ് സാക്ഷാത്കരിച്ചത്. അതിനുവേണ്ടി ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ഇവിടുത്തെ MLA ശ്രീമതി പ്രതിഭ നിർദ്ദേശം നൽകുന്നു. നമ്മുടെ അംഗീകരിച്ച ശേഷം പഠനമൊക്കെ നടത്തി അവസാനം പാലം പണിയാൻ തീരുമാനിച്ച് അങ്ങനെയാണ് പാലം പണി ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ വിവരിച്ച് BJP സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മഹാസമ്പർക്കത്തിന്റെ കായംകുളം കണ്ടല്ലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം ദക്ഷിണ മേഖലാ സെക്രട്ടറി B കൃഷ്ണകുമാർ നിർവഹിച്ചു. ജൈവ വൈവിധ്യ സംരക്ഷണം നടപ്പിലാക്കുന്ന കൊല്ലകയിൽ ദേവകിയമ്മയെ ആദരിച്ചു.
കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ വിവരിച്ച് BJP സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മഹാസമ്പർക്കം കായംകുളം കണ്ടലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ദക്ഷിണ മേഖലാ സെക്രട്ടറി B. കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജൈവ വൈവിധ്യ സംരക്ഷണ മികവിന് തന്റെ 5 ഏക്കറിൽ പ്രകൃതിയെ സംരക്ഷിച്ച് കാവും കുളവും ഒരുക്കിയ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മുതുകുളം കൊല്ലകയിൽ ദേവകി അമ്മയെ ആദരിച്ചു. BJP മണ്ഡലം സെക്രട്ടറി PK സജി, S. ഹരികുമാർ, S. വിജയകുമാർ, സാജി ലക്ഷ്മൺ തുടങ്ങിയവർ സമ്പർക്ക പരിപാടിയിൽ ഒപ്പമുണ്ടായിരുന്നു. CDN ന്യൂസ് കായംകുളം. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിലുള്ള ICDS മുതുകുളം അഡീഷണൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംയോജിത ശിശുവികസന സേവന പദ്ധതിയുടെ ഭാഗമായി കായംകുളം നഗരസഭാംഗങ്ങൾക്കായി ഏകദിന പരിശീലന പരിപാടി നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനിതാ ശിശു വികസന ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള ICDS മുതുകുളം അഡീഷണൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംയോജിത ശിശു വികസന സേവന പദ്ധതിയുടെ ഭാഗമായി കായംകുളം നഗരസഭാ അംഗങ്ങൾക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ മിനി SR സ്വാഗതം പറഞ്ഞു. CDPO ജിജി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ഫർസാന ഹബീബ്, സുൽഫിക്കർ, K. പുഷ്പദാസ്, ദീപ തുടങ്ങിയവർ സംസാരിച്ചു. CDN ന്യൂസ് കായംകുളം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനതാ ജംസുമായി ചേർന്ന് കായംകുളം നഗരസഭ 11ാം വാർഡിൽ R. രാഘവൻ മെമ്മോറിയൽ അംഗനവാടിയിലേക്ക് അലമാരയടക്കമുള്ള അവശ്യ സാധനങ്ങൾ കൈമാറി. യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ R. സുമിത്രൻ സാധനങ്ങൾ ഏറ്റുവാങ്ങി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനതാ ജംസുമായി ചേർന്ന് കായംകുളം നഗരസഭ 11ാം വാർഡിൽ R. രാഘവൻ മെമ്മോറിയൽ അംഗൻവാടിയിലേക്ക് അലമാരയടക്കമുള്ള അവശ്യ സാധനങ്ങൾ കൈമാറി. യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് വാർഡ് കൗൺസിലർ R. സുമിത്രൻ സാധനങ്ങൾ ഏറ്റുവാങ്ങി. അംഗൻവാടി ടീച്ചർ പുഷ്പലത, CR യൂണിറ്റ് ഭാരവാഹികളായ അബു ജനത, മധു VK, HM ഹുസൈൻ, അനീസ് മംഗല്യ തുടങ്ങിയവർ പങ്കെടുത്തു. 70 നമ്പർ അംഗൻവാടിയിലെ അവിടത്തേക്ക് ഒരു അലമാരയും ചെറിയ അവശ്യ സാമഗ്രികളും സംബന്ധിച്ചൊരു അപേക്ഷ വരികയും യൂണിറ്റ് ഭാരവാഹിയായ ശ്രീ അബു ജനത നൽകാമെന്ന് ഉറപ്പു നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ CDN ന്യൂസ് കായംകുളം. ദ്വിവത്സര B.Ed പാഠ്യപദ്ധതിയുടെ ഭാഗമായി കായംകുളം ജമീല ബീവി മെമ്മോറിയൽ സെന്റർ ഫോർ ടീച്ചർ എഡ്യൂക്കേഷനിൽ അൻവിക എന്ന പേരിൽ 3 ദിവസങ്ങളിലായി കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. മാനസികമായി വളർന്ന് സ്വയം സുരക്ഷ കൈവരിച്ച് അണിയറയിൽ നിന്നും ഞങ്ങൾ അരങ്ങിലേക്ക് എന്ന സന്ദേശത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം കവയിത്രിയും അധ്യാപികയുമായ കണിമോൾ നിർവഹിച്ചു. ദ്വിവത്സര B.Ed പാഠ്യപദ്ധതിയുടെ ഭാഗമായി കായംകുളം ജമീല ബീവി മെമ്മോറിയൽ സെന്റർ ഫോർ ടീച്ചർ എഡ്യൂക്കേഷനിൽ അൻവിക എന്ന പേരിൽ 3 ദിവസങ്ങളിലായി കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. മാനസികമായി വളർന്ന് സ്വയം സുരക്ഷ കൈവരിച്ച് അണിയറയിൽ നിന്നും ഞങ്ങൾ അരങ്ങിലേക്ക് എന്ന സന്ദേശത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം കവയിത്രിയും അധ്യാപികയുമായ കണിമോൾ നിർവഹിച്ചു. വാക്കുകൊണ്ട് മുറിവേറ്റാൽ അത് ഉണക്കാൻ ഒരു വൈദ്യനുമാവില്ല. ആയുധം കൊണ്ട് മുറിവേറ്റാൽ അത് ഏത് നാട്ടുവൈദ്യനും ഏത് ഭിഷഗ്വരനും അത് ആ മുറിവിനെ ഭേദപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ വാക്കുകൊണ്ടുള്ള തലോടലിനും വാക്കുകൊണ്ടുള്ള ഒരു അനുഗ്രഹത്തിനും ഒരു അനുഗ്രഹ വർഷത്തിനും സാധിക്കും. അതുകൊണ്ട് ഞാൻ പൂർണ്ണതയാണ്, ഞാൻ ശക്തിയാണ് എന്ന ഉള്ളിൽ എൻ്റെ ഉള്ളിലെ ഭാവങ്ങൾ അനേകം ഭാവങ്ങൾ, അതിലൊന്ന് ശക്തിയുടേതാണ്, ഞാൻ പോലും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒന്ന് എന്ന ബോധ്യത്തോടെ ഈ 3 നാളുകൾ ഇവിടെ ചെലവഴിച്ച് മടങ്ങാൻ. കോളേജ് പ്രിൻസിപ്പൽ രേഖ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ക്യാമ്പ് കോർഡിനേറ്റർ ജ്യോതി KS സ്വാഗതം പറഞ്ഞു. പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളായ ഹർഷ M, ദിവ്യ UV, രശ്മി രാജൻ, ചിത്ര GS എന്നീ അധ്യാപകർ, കോളേജ് അനധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. കോളേജ് വുമൻസ് സെൽ സെക്രട്ടറി സൽമ സുലൈമാൻ ആശംസയും കോളേജ് ചെയർപേഴ്സൺ ഹരിത V കൃതജ്ഞതയും പറഞ്ഞു. അണിയറയിലെ പെൺമനസ്സ്, വളകിലക്കം, പെൺകരുത്ത്, കരോളുറപ്പിൻ, കൺമണികൾ എന്നീ പേരുകളിൽ തിരിച്ചിരിക്കുന്ന ദിനങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. കവയിത്രി കണിമോൾ, പ്രോഗ്രാം ഓഫ് പെർസെപ്ഷൻ മാനേജ്മെന്റ് ആൻഡ് സ്റ്റഡീസ് മെന്റർ സാലു മുഹമ്മദ്, കനോക്കുന്ന് പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അബി MS, നാഷണൽ സർട്ടിഫൈഡ് കരോട്ട കോച്ച് കിരൺ ദേവ്, ജമീല ബീവി മെമ്മോറിയൽ സെന്റർ ഫോർ ടീച്ചർ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥിനിയും യോഗ പരിശീലകയുമായ ദിവ്യ, CBSE സ്കൂൾ പ്രിൻസിപ്പൽ പുഷ്പലത MS, പൂർവ്വ വിദ്യാർത്ഥിനി ചിത്ര രമണൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി.
women, whatever be her stage, in whatever be the caste, religion, nationality, or in whatever situation you are at present in your life, you are complete in yourself. When you have that feeling, I am complete, I am the destiny, I am the maker of my destiny, I have the power to make the decisions. When you have that confidence, nothing is impossible. CD Net News, കായംകുളം. കായംകുളം ജമീല ബീവി മെമ്മോറിയൽ സെന്റർ ഫോർ ടീച്ചർ എഡ്യൂക്കേഷനിൽ കമ്മ്യൂണിറ്റി ക്യാമ്പിനോടനുബന്ധിച്ച് പ്രതിധ്വനി എന്ന പേരിൽ പ്രദർശനം സംഘടിപ്പിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ കൈപിടിച്ചുയർത്തുക, ശക്തരാക്കുക എന്നതാണ് പ്രദർശനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കായംകുളം ജമീല ബീവി മെമ്മോറിയൽ സെന്റർ ഫോർ ടീച്ചർ എഡ്യൂക്കേഷനിൽ കമ്മ്യൂണിറ്റി ക്യാമ്പിനോടനുബന്ധിച്ച് പ്രതിധ്വനി എന്ന പേരിൽ പ്രദർശനം സംഘടിപ്പിച്ചു. ദ്വിവത്സര BEd പാഠ്യപദ്ധതിയുടെ ഭാഗമായുള്ള കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് അൻവിക ഞങ്ങൾ JBMCT കായംകുളത്ത് വെച്ച് സംഘടിപ്പിക്കുന്നു. അണിയറയിലെ പെൺമനസ്സ്, വളകിലുക്കും പെൺകരുത്ത്, കരളുറപ്പിൻ കൺമണികൾ എന്നീ വിഭാഗങ്ങളിലായി 3 ദിവസങ്ങളിലായി ഞങ്ങൾ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. ക്യാമ്പിന്റെ ഭാഗമായി ഞങ്ങളുടെ കുട്ടികളുടെ കഴിവുകളെ പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രദർശന മേളയായ പ്രതിധ്വനിയും കൂടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്രാഫ്റ്റ് വർക്കുകളുണ്ട്, ബോട്ടിൽ ക്രാഫ്റ്റ് വർക്കുകളുണ്ട്, കുക്കിങ്ങിൽ താല്പര്യമായിട്ടുള്ള കുട്ടികളുടെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്, ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ വർക്കുകൾ ഞങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കവയിത്രിയും അധ്യാപികയുമായ കണിമോൾ നിർവഹിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ എത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ കൈപിടിച്ചുയർത്തുക, എല്ലാ തരത്തിലും കുട്ടികളെ പൂർണ്ണ സജ്ജരാക്കുക, ശക്തരാക്കുക എന്നതാണ് ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രദർശനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. വിമൺ എംപവർമെന്റ് എന്ന ടോപ്പിക്കിൽ അൻവിക പൂർണ്ണം ശക്തം എന്നതാണ് നമ്മളുടെ തീം. എക്സിബിഷനുകളും വിവിധതരം ക്ലാസ്സുകളും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. ചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫി, ഫുഡ് ഫെസ്റ്റ്, ഇപ്പം നമ്മുടെ കോവിഡിന്റെ പശ്ചാത്തലത്തിലുള്ള സാനിറ്റൈസേഴ്സ്, മാസ്ക്, അതുപോലെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രദർശനത്തിലൂടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളെ സമൂഹത്തിന് പരിചയപ്പെടുത്താനും ലക്ഷ്യം വെക്കുന്നു. സമൂഹത്തിന് പ്രയോജനപ്രദമാകുന്ന ഉൽപാദന പ്രക്രിയയുടെ ഭാഗമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിൽ അണിനിരത്തി. കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അൻവിക പൂർണ്ണം ശക്തം എന്ന നാമധേയത്തിൽ തുടങ്ങിയ ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പെൺമനസ്സുകളുടെ കരുത്തിനെ മുന്നോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ ദൃഢനിശ്ചയത്തിനെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നത്. കരകൗശല ഉൽപ്പന്നങ്ങൾ, ചിത്രരചന, ഭക്ഷണ വിഭവങ്ങൾ, ഫോട്ടോഗ്രാഫി, പ്ലാസ്റ്റിക് നിരോധനം എന്ന ആശയത്തോടെ പേപ്പർ ബാഗ്, പേപ്പർ ഫയൽ, സാമൂഹ്യ പ്രതിബദ്ധത വളർത്താൻ സാനിറ്റൈസർ, മാസ്ക്, ഹാൻഡ് വാഷ് തുടങ്ങി വിദ്യാർത്ഥികൾ ഉൽപ്പാദിപ്പിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തി. സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ സംരംഭകത്തിനുള്ള അവസരവും കോളേജ് വിദ്യാർത്ഥിനികൾക്കായി ഒരുക്കിയിരുന്നു. CD Net ന്യൂസ്, കായംകുളം. കായംകുളം MSM കോളേജിൽ ക്യാൻറ്റീൻ നടത്തിയിരുന്ന ജലാൽ റഹ്മാൻ എഴുതിയ കുറിപ്പുകളുടെ സമാഹാരമായ ഒരു കോളേജ് ക്യാൻറ്റീൻകാരന്റെ കുറിപ്പുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കോളേജ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് U പ്രതിഭ MLA പ്രകാശനം നിർവഹിച്ചു. കായംകുളം MSM കോളേജിൽ ക്യാൻറ്റീൻ നടത്തിയിരുന്ന ജലാൽ റഹ്മാൻ എഴുതിയ കുറിപ്പുകളുടെ സമാഹാരമായ ഒരു കോളേജ് ക്യാൻറ്റീൻകാരന്റെ കുറിപ്പുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കോളേജ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് U പ്രതിഭ MLA പ്രകാശനം നിർവഹിച്ചു. എഴുതുക അല്ലെങ്കിൽ ചിന്തിക്കുക, അതെല്ലാം നമ്മളുടെ പൊതുസമൂഹത്തിന് വേണ്ടി കോറിയിടുക, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എഴുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലത്തെ മനുഷ്യൻ്റെ വളരെ വലിയ അനുഭവങ്ങൾ, അത് ചുമ്മാ എഴുതുകയല്ല, അതൊരു പുസ്തക രൂപത്തിലേക്ക് വരുമ്പോൾ അതിന് വലിയ സ്ട്രെയിൻ ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള എഴുത്തുകാരൊക്കെ പറയാറുണ്ട്, എഴുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മരണം പോലെയാണ്. ആ സമയത്ത് അവരുടെ ശരീരം അത്രയധികം സ്ട്രെയിൻ ചെയ്തുകൊണ്ടാണ് ഒരാൾ എഴുതുന്നത്. മറ്റെല്ലാ ജോലിയേക്കാളും സ്ട്രെയിനാണ്, എന്നാൽ അതൊരു സാധനയാണ്, ഒരു സർഗവാസനയാണ്. അപ്പോൾ എല്ലാ കലയ്ക്കും അങ്ങനെയുണ്ട്. ഇപ്പം നമ്മൾ രശ്മിയൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മളൊരു മമ്മൂട്ടി ഭയങ്കര സ്മാർട്ടായിട്ട്, മമ്മൂട്ടി അങ്ങനെ ഇരിക്കാൻ വേണ്ടി മമ്മൂട്ടി അനുഭവിക്കുന്ന ഒരു ത്യാഗം വലുതാണ് അല്ലേ, ആ ഒരു ഫിസിക്കൊക്കെ നിലനിർത്താൻ വേണ്ടി. PTA പ്രസിഡന്റ് A. നസീർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തുകാരൻ അജി വിരോധാഭാസൻ പുസ്തകം പരിചയപ്പെടുത്തി. ലക്ഷ്മൺ മാധവ്, KP മുരളീധരൻ, D. അശ്വിനിദേവ്, അഡ്വക്കേറ്റ് O. ഹാരിസ്, അനീസ് മാംഗല്യ, K. അജയകുമാർ, ചലച്ചിത്ര നടി രശ്മി അനിൽ, MJ നിസാർ, പ്രവാസി ചിത്രകാരൻ സുധീരൻ പ്രയാർ തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരേടാണ് ഇതിന്റെ വാക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഒരു കൃതിയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ കൃതിയുടെ ഭാവുകത്വത്തെ തന്നെ മാറ്റിമറിക്കുന്ന ആ കൃതിയുടെ കടലാലങ്ങളിലേക്കുള്ള ഒരു തീർത്ഥാടന വഴി സമഗ്രസത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള മുന്നിൽ തന്നെ അതിന്റെ ഉത്തരം തരും. CD Net ന്യൂസ്, കായംകുളം.
അകാലത്തിൽ മരണമടഞ്ഞ തുണ്ടിൽ ജയൻ എന്നയാളിന്റെ കുടുംബത്തെ സഹായിക്കുവാൻ കായംകുളം നഗരസഭ 40-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഹായസമിതി വാർഡിൽ നിന്നും സമാഹരിച്ച തുക കൈമാറി. സഹായസമിതി ചെയർമാൻ VM അമ്പിളിമോന്റെ നേതൃത്വത്തിലാണ് കൈമാറിയത്. കായംകുളം നഗരസഭ 40-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അകാലത്തിൽ മരണമടഞ്ഞ തുണ്ടിൽ ജയൻ എന്നയാളിന്റെ കുടുംബത്തെ സഹായിക്കുവാൻ സഹായ സമിതി വാർഡിൽ നിന്നും സമാഹരിച്ച തുക സഹായ സമിതി ചെയർമാൻ VM അമ്പിളിമോന്റെ നേതൃത്വത്തിൽ കൈമാറി. ജയന്റെ മക്കൾക്കുള്ള ധനസഹായം DCC ജനറൽ സെക്രട്ടറി ഗായത്രി തമ്പാൻ നൽകി. ജയന്റെ മാതാവിനുള്ള സാമ്പത്തിക സഹായം VM അമ്പിളിമോൻ കൈമാറി. ജയന്റെ ഭാര്യയ്ക്കുള്ള സാമ്പത്തിക സഹായം സഹായ സമിതി ജനറൽ കൺവീനർ സാനന്ദ് രാജൻ ബാബുവും ട്രഷറർ സജീർ അലിയാരും ചേർന്ന് കൈമാറി. സന്തോഷ് കുമാർ, കരുവിൽ ലത്തീഫ്, തമ്പാൻ, ശിശുപാലൻ, ലൈല, സുരേഷ് H, നവാസ്, തമ്പി S, ഷാജി, വിനോദ്, അനിരുദ്ധൻ തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ് കായംകുളം. ആലപ്പുഴ ജില്ലയിൽ 251 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 243 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 429 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 70,701 പേർ രോഗമുക്തരായി. 4,499 പേർ ചികിത്സയിലുണ്ട്. ചെട്ടികുളങ്ങര കണ്ണമംഗലം വടക്ക് കൊച്ചുവീട് നമ്പർ 5-ൽ റിട്ടയർഡ് KSRTC ഇൻസ്പെക്ടർ K ഗോപാലകൃഷ്ണൻ നായർ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കായംകുളം പെരുങ്ങാല ഉഷാമന്ദിരം വീട്ടിൽ മഹേശ്വരിയമ്മ നിര്യാതയായി. 63 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 2 മണിക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് നിയന്ത്രണത്തിൽ അനുഷ്ഠാനത്തിന് പ്രാധാന്യം നൽകി ഓണാട്ടുകര ചെട്ടികുളങ്ങര കുംഭഭരണി ആഘോഷിച്ചു. അനുമതി പ്രകാരം സമർപ്പിച്ചത് 2 കെട്ടുകാഴ്ചകൾ. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ 45,70,00,000 രൂപയുടെ പദ്ധതികളുടെ നിർമ്മാണത്തിന് തുടക്കമായി. അഡ്വക്കേറ്റ് AM ആരിഫ് MP കോവിഡ് പാക്കേജുമായി ബന്ധപ്പെട്ട് അനുവദിച്ച 2 പോർട്ടബിൾ വെന്റിലേറ്ററുകളുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. നാടിന്റെ സ്വപ്ന പദ്ധതിയായ കൂട്ടുംവാതുക്കൽ കടവ് പാലത്തിന്റെ നിർമ്മാണം മെയ് മാസത്തിൽ പൂർത്തിയാക്കാൻ നീക്കം. പാലം നിർമ്മാണം മന്ത്രി G സുധാകരൻ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. ജില്ലയിൽ 251 പേർക്ക് കോവിഡ്. 243 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 15,024 പേർ ക്വാറന്റൈനിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.